ഇന്ന് നമ്മൾ വള്ളലാർ രാമലിംഗസ്വാമികളുടെ ജീവകാരുണ്യ ഒഴുക്കമെന്ന അതിപ്രശസ്തമായ ഒരു കൃതിയിലേക്കാണ് പ്രവേശിക്കുന്നത്. രാമലിംഗ സ്വാമികളും ചട്ടമ്പി സ്വാമികളും ഒരേ കാലഘട്ടത്തിൽ ദ്രാവിഡ ദേശത്ത് ഒരേ ദർശനം ഉൾക്കൊണ്ട് ആത്മീയതയുടെ ഉന്നതമായ മേഖലകളിൽ വിഹരിച്ചവരാണ്. രണ്ടുപേരും, ചട്ടമ്പി സ്വാമികളും വള്ളലാർ രാമലിംഗസ്വാമികളും മഹായോഗിവര്യന്മാരുടെ യോഗിവര്യനാണ്. അതായത് യോഗവിദ്യയുടെ ഏറ്റവും ഉന്നതമായ തലങ്ങളിലെത്തിച്ചേർന്ന് ആത്മജ്യോതിയിൽ വിലയം പ്രാപിച്ച രണ്ട് മഹായോഗികളാണ് വിദ്യാധിരാജ ശ്രീ ചട്ടമ്പി സ്വാമികളും അതേപോലെ തന്നെ വള്ളലാർ രാമലിംഗസ്വാമികളും. രണ്ടുപേരുടെയും പ്രവർത്തന ശൈലികൾക്ക്, ജീവിത ശൈലികൾക്ക് വളരെയേറെ സാമ്യം കാണുന്നു. രണ്ടുപേരും സുബ്രഹ്മണ്യ ഭക്തന്മാരായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചട്ടമ്പി സ്വാമികൾ ബാലസുബ്രഹ്മണ്യ മന്ത്രോപാസകനായി ശിവദർശനത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുകയും ആത്മജ്യോതിയെ ആത്മസാക്ഷാത്കരിക്കുകയും ചെയ്ത മഹായോഗിവര്യനാണ് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി. അതേപോലെ തന്നെ മുരുകഭക്തനായ ശ്രീ വള്ളലാർ രാമലിംഗസ്വാമികൾ അനേക വർഷങ്ങൾ കരിങ്കുഴിയിൽ കഠിനമായ ശിവയോഗ സാധന ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടിയ ആത്മജ്യോതി പ്രകാശത്തിൽ വിലയം പ്രാപിച്ച മഹായോഗി ശ്രേഷ്ഠനാണ് വള്ളലാർ രാമലിംഗസ്വാമികളും. ഇവരുടെ ജീവിതം ശരിക്കും 19-ാം നൂറ്റാണ്ടിൽ ദ്രാവിഡ ദേശത്തെ മാത്രമല്ല ഭാരതഭൂമിയെ ആകമാനം പരിവർത്തനത്തിന് വിധേയമാക്കി. ബാഹ്യപ്രവൃത്തികൾ കൊണ്ട് മാത്രമല്ല, ആന്തരികമായ ധ്യാന സമാധികളിലൂടെ അവർ ഭാരതഭൂമിയെ ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ലോകാനുഗ്രഹാർത്ഥം ഈ ഭൂമിയിൽ അവതരിച്ച രണ്ട് മഹായോഗീവര്യന്മാരാണ് ശ്രീ ചട്ടമ്പി സ്വാമികളും അതേപോലെ വള്ളലാർ രാമലിംഗസ്വാമികളും. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം മലയാളിയായിരുന്നു. മലയാള ദേശത്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവനും നടന്നിരുന്നത്. എന്നാൽ തമിഴകത്ത് പ്രവർത്തിച്ചിരുന്ന രാമലിംഗസ്വാമികളെക്കുറിച്ചിട്ട് മലയാളികൾക്ക് അത്രയൊന്നും പരിചയമില്ല. അതുകൊണ്ട് ഈ ജീവകാരുണ്യ ഒഴുക്കം എന്ന ഗ്രന്ഥത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് രാമലിംഗസ്വാമികൾ എന്ന വള്ളലാർ സ്വാമികളെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് മലയാളികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഇവിടെ ഞാൻ പറയുകയാണ്. 1823 ഒക്ടോബർ 5 ചിത്തിര നക്ഷത്രത്തിൽ തമിഴ്നാട്ടിലെ കടല്ലൂർ ജില്ലയിൽ മരുതൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഇദ്ദേഹം വള്ളലാർ രാമലിംഗസ്വാമികൾ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് അച്ഛനമ്മമാരുടെ പേര് ചിദംബരം രാമലിംഗം എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ചിദംബരം ദേശത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മരുതൂർ എന്ന സ്ഥലമുള്ളത്. അതുകൊണ്ടല്ല, മറിച്ച് ചിദംബരേശൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ചിദംബരം രാമലിംഗം എന്ന പേര് അച്ഛനമ്മമാർ അദ്ദേഹത്തിന് ഇട്ടത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് രാമയ്യ പിള്ള, അമ്മ ചിന്നമ്മ. മൂത്ത സഹോദരങ്ങൾ സഭാപതി പിള്ള, പരശുരാമപിള്ള, പിന്നെ 2 സഹോദരിമാരുണ്ടായിരുന്നു, സുന്ദരാമ്മാൾ, ഉണ്ണാമുലയമ്മാൾ എന്ന
ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ആണ് ഈ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നത്. 1824 പിതാവ് മരിച്ചതിന് ശേഷം മൂത്ത പുത്രനായ സഭാപതി പിള്ളയാണ് വീട് നോക്കിയിരുന്നത്. അദ്ദേഹം ചെന്നൈയിലെ ഒരു അധ്യാപകനായിരുന്നു. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും ചെന്നൈയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ വള്ളലാർ 33 വയസ്സ് വരെ ചെന്നൈയിലാണ് ജീവിച്ചത്. 1858 വരെ അദ്ദേഹം അവിടെ തന്നെ കഴിഞ്ഞിരുന്നു. ബാല്യകാലത്തിൽ ആധ്യാത്മിക കാര്യങ്ങളിൽ വളരെയേറെ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ കൂടുതലൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. 9ാമത്തെ വയസ്സ് മുതൽ ഇദ്ദേഹം കവിത എഴുതാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. തിരുത്തണികാചല പതിയായ ദേവനെ സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ടുള്ള ഒരു സ്തോത്ര ഗീതമാണ് 9ാമത്തെ വയസ്സിൽ ഇദ്ദേഹം രചിച്ചത് എന്ന് പറയുന്നു. 12ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം നിരന്തരം കവിതകൾ എഴുതി തുടങ്ങി എന്നാണ് പറയുന്നത്. ത്യാഗരാജ പെരുമാളിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കവിതകളാണ് അധികവും ആ കാലഘട്ടത്തിൽ എഴുതിയത്. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇദ്ദേഹം 1851 ഒരു മഹാകൃതി തമിഴിലേക്ക് വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ കൃതി കണ്ണുടയ വള്ളലാരുടെ ഒഴിവിലൊടുക്കം എന്ന കൃതിയാണ്. അങ്ങനെ ഒഴിവിലൊടുക്കം എന്ന കൃതി 1851 ഇദ്ദേഹം തമിഴിലേക്ക് വ്യാഖ്യാനം സഹിതം രചിച്ചു. ഇത് വലിയൊരു അത്ഭുതമാണ്. അതായത് ഒഴിവിലൊടുക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ശിവദർശനത്തിൻ്റെ കാതലാണ്. ശൈവദർശനത്തിൻ്റെ ശൈവ സിദ്ധാന്തത്തിൻ്റെ കാതലാണ് ഒഴിവിലൊടുക്കം എന്ന കണ്ണുടയ വള്ളലാരുടെ കവിത. ഈ കവിത ഒഴിവിലൊടുക്കം എന്ന കവിത അദ്ദേഹം വ്യാഖ്യാനിച്ചതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. കണ്ണുടയ വള്ളലാരുടെ ഒഴിവിലൊടുക്കം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ, രാമലിംഗ പിള്ളയുടെ ജീവിതത്തെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒഴിവിലൊടുക്കം എന്ന കൃതിയായിരിക്കാം വള്ളലാർ രാമലിംഗ സ്വാമികളെ സാക്ഷാൽ വള്ളലാർ സ്വാമികളാക്കി മാറ്റിയത്. അത്രയ്ക്ക് പ്രാധാന്യം കണ്ണുടയ വള്ളലാരുടെ ഈ ഒഴിവിലൊടുക്ക കൃതിയുടെ വ്യാഖ്യാനത്തിനുണ്ട്. ആ വ്യാഖ്യാനം ഇന്ന് നമുക്ക് കിട്ടാനില്ല. അത് വലിയൊരു നഷ്ടമായിട്ട് തോന്നുന്നു. ഏതായാലും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് കണ്ണുടയ വള്ളലാരുടെ ഒഴിവിലൊടുക്കത്തിൻ്റെ വ്യാഖ്യാനം രാമലിംഗസ്വാമികളെ കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. മാത്രമല്ല, ചില സുഹൃത്തുക്കൾ ഒഴിവിലൊടുക്കത്തെപ്പറ്റി പറയണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. നമുക്ക് അധികം വൈകാതെ തന്നെ ഒഴിവിലൊടുക്കത്തിലേക്കും പ്രവേശിക്കാം. പിന്നെ 1851 കഴിഞ്ഞിട്ട് ഒരു സഹോദരൻ, പിന്നെ പരശുരാമ പിള്ളയാണ് കുടുംബമൊക്കെ നോക്കിയത്. അദ്ദേഹം മരിച്ചതോടുകൂടി സ്വാമികൾ 1858 ജന്മസ്ഥലത്തിനടുത്തുള്ള ഒരു പ്രധാന സ്ഥലം കരിങ്കുഴി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് വന്നു. കരിങ്കുഴി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് വരുന്നു. ആ കരിങ്കുഴിയിലാണ് പിന്നീട് അദ്ദേഹം ഏറെ വർഷങ്ങൾ നിരന്തരം മഹാധ്യാനം നടത്തി ജീവിച്ചത്. ഈ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം തിരുവരുൾപ്പ എന്ന് പറയുന്ന ഒരു കൃതിക്ക് രൂപം കൊടുത്തിരുന്നു. തിരുവരുൾപ്പ അത് 6000 പാടലുകൾ, അദ്ദേഹം എഴുതിയ എല്ലാ സ്തോത്രങ്ങളുടെയും എല്ലാ കൃതികളുടെയും ആകത്തുകയാണ്. തിരുവരുൾപ്പ എല്ലാ കവിതകളും 6000 പാടലുകൾ അതിനകത്തുണ്ട്. ഈ 6000 പാടലുകളും പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തിരുവരുൾപ്പ, 6ാം തിരുമാറ, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ് പ്രസിദ്ധീകരിച്ചത്. തൻ്റെ യാത്രയിലെ പരമമായ ലക്ഷ്യസ്ഥാനത്തെത്തിയതിന് ശേഷം സ്വാമികളുടെ കൃതിയാണ്
തിരുവരുട്പ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ശിഷ്യൻ ശ്രീ വേലായുധ മുതലിയാരാണ്. അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനായിരുന്നു ശ്രീ വേലായുധ മുതലിയാർ. അദ്ദേഹമാണ് തിരുവരുട്പ ആദ്യമായി പ്രസിദ്ധിച്ചത്. കരിങ്കുഴിയിലെ മഹാധ്യാനത്തിലിരുന്ന് ആ ധ്യാനത്തിൻ്റെ പരിസമാപ്തിയിൽ എഴുതപ്പെട്ട കുറേ സ്തോത്രങ്ങൾ ഇതിനകത്തുണ്ട്. അതിൽ ഏറ്റവും ദീർഘമായ കവിത എന്ന് പറയുന്നത് അരുൾ പെരുംജ്യോതിയാണ്. അരുൾ പെരുംജ്യോതിയാകവൽ ഏറ്റവും ദീർഘമായ കവിതയാണ്, ഏറ്റവും പ്രശസ്തമായ കവിതയാണ് ഇത്. ആത്മദർശനം കിട്ടിയ, ആത്മജ്യോതിസ് പ്രകാശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് അരുൾ പെരുംജ്യോതിയാകവൽ. നമുക്ക് അതും ഭാവിയിൽ പഠനത്തിന് വിധേയമാക്കാം. ഈ അരുൾ പെരുംജ്യോതിയിലെ 2 വരികളാണ് അദ്ദേഹം വേദമന്ത്രമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തത്. അരുൾ പെരുംജ്യോതി അരുൾ പെരുംജ്യോതി തനിപ്പെരുങ്കരുണൈ അരുൾ പെരുംജ്യോതി. ഇതാണ് അദ്ദേഹത്തിൻ്റെ അരുൾ പെരുംജ്യോതിയിലെ വേദമന്ത്രം. ഈ മന്ത്രമാണ് പിന്നീട് ഇക്കാലത്ത് രാമലിംഗസ്വാമികളുടെ ശിഷ്യന്മാരെല്ലാം തങ്ങളുടെ വേദമന്ത്രമായി സ്വീകരിച്ചിരിക്കുന്നത്. തനിപ്പെരും കരുണ, ആ കരുണ കൊണ്ടാണ് അരുൾ പെരുംജ്യോതി പ്രകാശിക്കുന്നത്. ഇദ്ദേഹം കരിങ്കുഴിയിൽ നടത്തിയ മഹാധ്യാനത്തെക്കുറിച്ച് നമുക്ക് വലിയ വിവരങ്ങളൊന്നുമില്ല. ഏതാണ്ട് 9 വർഷക്കാലം ശിവയോഗ സാധന അനുഷ്ഠിച്ചിരുന്നു എന്നാണ് ജീവചരിത്രകാരന്മാർ പറയുന്നത്. ആ 9 വർഷക്കാലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. നമുക്ക് കിട്ടിയിരിക്കുന്നത് തിരുവരുട്പായാണ്. ആ കാവ്യത്തിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ശിവസാക്ഷാത്കാരത്തെക്കുറിച്ചുള്ള ധ്വനികൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇദ്ദേഹം പ്രധാനമായിട്ടും ജീവകാരുണ്യത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. ഈ കരിങ്കുഴിയെക്കുറിച്ച് ചില ജീവചരിത്രകാരന്മാർ ഒട്ടേറെ വിവരങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ. അതുകൂടി നമുക്ക് നോക്കാം. കരിങ്കുഴി എന്ന് വെച്ചാൽ കറുത്ത ഇരുട്ട് നിറഞ്ഞ കുഴി എന്നാണ് അർത്ഥം. ചിദംബരത്തിനടുത്തുള്ള ഒരു പ്രദേശമാണ് ഈ കരിങ്കുഴി. ആ കരിങ്കുഴിക്ക് ചില ജീവചരിത്രകാരന്മാർ പറയുന്നത് ഭൂമിയിലെ ബ്ലാക്ക് ഹോളാണെന്നാണ് പറയുന്നത്. അതായത് ബഹിരാകാശത്ത് ഒരു ബ്ലാക്ക് ഹോളിനെ കുറിച്ച് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. മഹാഗുരുത്വാകർഷണമുള്ള തമോഗർത്തം എന്നറിയപ്പെടുന്ന ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഒരു പ്രതിബിംബമാണ് ഭൂമിയിലുള്ള ഈ കരിങ്കുഴി എന്നാണ് ചില ജീവചരിത്രകാരന്മാർ ഈ 2 സ്ഥലങ്ങളെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അത് ചിലപ്പോൾ ശരിയായിരിക്കാനും സാധ്യതയുണ്ട്. തമോഗർത്തത്തെക്കുറിച്ചിട്ട് ഈ ക്വാണ്ടം ഫിസിക്സിൽ ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതനുസരിച്ചിട്ട് ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പോഴും ഈ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് കൂടുതൽ വിവരം കിട്ടിയിട്ടില്ല. അത് ഗുരുത്വാകർഷണ ശക്തി വളരെ ഉള്ളൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. അവിടെ വെളിച്ചം കിടന്നാൽ പിന്നെ അത് പുറത്തേക്ക് വരാത്ത തരത്തിലുള്ള മഹാവെളിച്ചത്തിൻ്റെ ഒരു ലോകമാണത്രേത്. അരുൾ പെരുംജ്യോതിയുടെ ലോകമാണത്. അതുകൊണ്ട് തന്നെ അത് മഹാജ്യോതി സ്വരൂപത്തിൻ്റെ ആ അങ്ങേ തലയ്ക്കലെത്തുമ്പോൾ അത് ഇരുട്ടായി മാറുന്നു. അങ്ങനെയുള്ള വെളിച്ചത്തിൻ്റെ ഇരുട്ടാണത്രേ ഈ കരിങ്കുഴി എന്ന സ്ഥലം. ആ കരിങ്കുഴിയിലാണ് ഇദ്ദേഹം നീണ്ട വർഷങ്ങൾ, ഏതാണ്ടൊരു ദശവർഷക്കാലം ഇദ്ദേഹം കൊടും ശിവയോഗ സാധനയിൽ മുഴുകിക്കഴിഞ്ഞു എന്ന് പറയുന്നത്. അതിലൂടെ അദ്ദേഹം പലതും നേടിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഹോളിനെ പറ്റി പറയുന്നത് അവിടെ സ്ഥലകാലങ്ങൾ ഇല്ലാത്തൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. സ്ഥലവും നമ്മുടെ കാലസങ്കല്പവും നമ്മുടെ സ്ഥലസങ്കല്പവും പ്ലേസ് ആൻഡ് ടൈം ഇത് രണ്ടും ഇല്ലാത്ത ഒരു സ്ഥലമാണത്രേ ബ്ലാക്ക് ഹോൾ. ഏതാണ്ട് സ്ഥലകാലങ്ങൾക്കപ്പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന കരിങ്കുഴിയിലാണ് ഇവിടെ രാമലിംഗസ്വാമികൾ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അതായത് ഭൂതവർത്തമാന ഭാവികൾക്കും അപ്പുറമുള്ളൊരു ലോകം.
അതായത് പ്രകാശത്തിനും അപ്പുറമുള്ള ലോകമെന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. അതാണ് അത് ഇരുട്ട്, ബ്ലാക്ക് ഹോൾ എന്ന് പറയാൻ കാരണം തന്നെ, കരിങ്കുഴി എന്ന് പറയാൻ കാരണം. അപ്പോൾ പ്രകാശത്തിനും അപ്പുറമുള്ള പ്രകാശത്തിൻ്റെ പ്രകാശമായ ഇരുട്ടിലേക്കാണ് ആ കരിങ്കുഴിയിലെ ധ്യാന ജീവിതം അദ്ദേഹത്തെ നയിച്ചത്. അതുകൊണ്ട് അതിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഒരുപാട് രൂപപരിണാമങ്ങൾ വന്നു എന്ന് പറയപ്പെടുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ ശരീരം ശുദ്ധദേഹമായി മാറി, ശുദ്ധ ശരീരമായി മാറി. പിന്നീട് ആ ശുദ്ധ ശരീരം ദിവ്യ ശരീരമായിട്ട്, അതായത് ആത്മജ്യോതി ശരീരമായിട്ട് മാറുന്നുണ്ട്, ജ്യോതി ശരീരമായിട്ട് അത് മാറുന്നു. അങ്ങനെയുള്ള പരിവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് സംഭവിച്ചു. അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിന് ദിവ്യ ശരീരമായി മാറാനും മരണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ജ്യോതി, ആത്മജ്യോതിയെ, അരുൾ പെരും ജ്യോതിയായി എപ്പോഴും പ്രകാശിക്കാനും കഴിയും. ഈ അരുൾ പ്രകാശ ജ്യോതിയെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഈ അരുൾ പ്രകാശ ജ്യോതി കരുണയിലൂടെ മാത്രമേ നമുക്ക് സമ്പാദിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജീവകാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വള്ളലാർ രാമലിംഗസ്വാമികൾ എപ്പോഴും പറയുന്നത്. കരുണ എന്നത് തൻ്റെ പ്രാണനാണെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ സകല ജീവജാലങ്ങളെയും തന്നെ പോലെ കണ്ട് മനുഷ്യൻ, മരങ്ങൾ, പക്ഷി, മൃഗാദികൾ, നദികൾ മുതലായവയെ സർവ്വതിനെയും തൻ്റെ അപാരമായ കരുണ കൊണ്ട് സ്നേഹിച്ച് ജീവിക്കണമെന്നാണ് വള്ളലാരുടെ പ്രധാനപ്പെട്ട ചിന്ത. അപ്പോൾ സകല ജീവജാലങ്ങളിലേക്കും ഒഴുകുന്ന കാരുണ്യം, അതാണ് പെരുങ്കരുണ. ആ പെരുങ്കരുണ, ജീവകാരുണ്യ ഒഴുക്കം, ജീവകാരുണ്യം ഒഴുകി വന്നം എല്ലാ സമസ്ത ജീവജാലങ്ങളിലേക്കും. അങ്ങനെ ജീവകാരുണ്യത്തിൻ്റെ മഹാപ്രവാഹത്തിൽ സമസ്ത ജീവജാലങ്ങളെയും ആനന്ദിപ്പിക്കുന്ന, ലയിപ്പിക്കുന്ന ആ കരുണയാണ് രാമലിംഗസ്വാമികൾ സമൂഹത്തിന് വേണ്ടി, ജനതയ്ക്ക് വേണ്ടി കൊടുത്ത ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഉപദേശം, ജീവിത ഉപദേശം എന്ന് പറയാം. രാമലിംഗസ്വാമികൾക്ക് ബാഹ്യ ഗുരുക്കന്മാർ ഉള്ളതായി അറിയില്ല. എങ്കിലും അദ്ദേഹം തൻ്റെ ഗുരുക്കന്മാരായി സ്വീകരിച്ചത് ഇവരെയാണ്. ആരെ? ആ നാൽവർ സംഘമുണ്ടല്ലോ, അപ്പർ, സുന്ദരമൂർത്തി സ്വാമികൾ, മാണിക്യവാചകർ, തിരുஞான സംബന്ധർ. ഇവരാണ് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെന്ന് പറയുന്ന 4 പേര്. അപ്പോൾ ഇവരുടെ കവിതകളും ഇവരുടെ ജീവിതവുമാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രചോദനം നൽകിയത്. ആരൊക്കെ? അപ്പർ, സുന്ദരർ, മാണിക്യവാചകർ, തിരുஞான സംബന്ധർ. ഇദ്ദേഹം പിന്നെ പല സഭകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. ചിദംബരത്തിന് സമീപമുള്ള വടലൂരിൽ സത്യജ്ഞാന സഭ, സത്യധർമ്മശാല, സന്മാർഗ സമരസമിതി എന്നിവ രാമലിംഗസ്വാമികൾ സ്ഥാപിച്ചതാണ്. പിന്നെ ആരും വിശന്നിരിക്കുന്ന അദ്ദേഹത്തിന് സങ്കടകരമാണ്. അതിനാൽ വടലൂർ ധർമ്മശാലയിൽ ഒരു അണയ അടുപ്പ് നിർമ്മിച്ച് അവിടെ മുടങ്ങാതെ അന്നദാനം നടത്തുന്നതിന് അദ്ദേഹം ഒരു ധർമ്മശാല സ്ഥാപിച്ചു. ഇന്നും ആ ധർമ്മശാല അവിടെയുണ്ട്. ഇന്നും മുടങ്ങാതെ 100 കണക്കിന് മനുഷ്യർക്ക് അവിടെ അന്നദാനം ചെയ്യുന്നുണ്ട്. ആ അടുപ്പിലെ അഗ്നി ഒരിക്കലും കെടാതെ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതായത് രാമലിംഗ സ്വാമികൾ കൊളുത്തിയ ആ അടുപ്പിലെ അഗ്നിജ്വാല ഇന്നേ വരെ അണഞ്ഞിട്ടില്ല. അത് രാപ്പകൽ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വിശക്കുന്ന വയറുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് എല്ലാ വിശപ്പുകളെയും അകറ്റുന്നു. ഇദ്ദേഹം പാടിയ 6000 പാടലുകളാണ് തിരുവരുട്പ. 6 തിരുമുറകൾ ഇതിനകത്തുണ്ട്.
നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഈ തിരുമുറകൾ തേടിപ്പിടിച്ച് പഠനത്തിന് വിധേയമാക്കാം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മഹാ അത്ഭുതങ്ങളെപ്പറ്റി പലരും പറയുന്നുണ്ട്. അതിൽ 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ഇദ്ദേഹം ഒരു ജമീന്ദാരുടെ വീട്ടിൽ പോയ കഥ പറയുന്നു. ആ ജമീന്ദാർക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആ 2 ഭാര്യമാർക്കും രോഗം പിടിപെട്ടു. അതിൽ ഒരു ഭാര്യയ്ക്ക് മഹോദരവും മറ്റൊരു ഭാര്യയ്ക്ക് മാനസിക അസ്വാസ്ഥ്യവും നേരിട്ടു. ഏറെക്കുറെ ഭ്രാന്ത് പോലെ ആയിത്തീർന്നൊരു സ്ത്രീ. അങ്ങനെ 2 ഭാര്യമാരും രോഗബാധിതരായി കഴിഞ്ഞപ്പോൾ ഈ ജമീന്ദാർ പൂജാരികളെ വിളിച്ച് പ്രശ്നപരിഹാരത്തിന് പരിഹാരം കാണാൻ പറഞ്ഞു. അപ്പോൾ അവർ മന്ത്രവാദവും മൃഗബലിയുമാണ് അതിന് നിർദ്ദേശിച്ചത്. അങ്ങനെ ഒരു ദിവസം മൃഗബലി നടത്താൻ വേണ്ടി മൃഗത്തെ കെട്ടിയിട്ട് ബലി കൊടുക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇത് രാമലിംഗസ്വാമികൾ അറിഞ്ഞു. രാമലിംഗസ്വാമികൾ അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തോട് മൃഗബലി ഒരിക്കലും നടത്തരുത്, മൃഗബലി മഹാ ദുരന്തമുണ്ടാക്കി തീർക്കുന്നതാണ്, ഇങ്ങനെയുള്ള കഠിനമായ ദുഷ്കർമ്മങ്ങൾ കൊണ്ടാണ് നിനക്ക് ഈ അവസ്ഥ വന്നിരിക്കുന്നുണ്ട് എന്നത്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ഒഴിയുക. അതുകൊണ്ട് മൃഗബലി അവസാനിപ്പിക്കുക, മൃഗബലി ചെയ്യരുത് എന്നുള്ളത് തടഞ്ഞു. ഈ ജമീന്ദാർ രാമലിംഗസ്വാമികളുടെ വാക്കുകൾ കേട്ട് അദ്ദേഹം പിന്നീട് മൃഗബലി തടയുകയും അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ മുറിയിൽ ഈ 2 ഭാര്യമാർ രോഗികളായവർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് രാമലിംഗസ്വാമികൾ ചെന്നു. എന്നിട്ട് വളരെ ജീവചരിത്രകാരന്മാർ വളരെ ടച്ചിങ്ങായിട്ട് ഈ രംഗം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം അവരുടെ 2 പേരെയും ശുശ്രൂഷിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ രോഗത്തെ മാറിപ്പോകാൻ ആജ്ഞാപിക്കുന്നു. അങ്ങനെ ആ ദിവസം തന്നെ അവരുടെ 2 പേരുടെയും രോഗം ഇല്ലാതായി. അവർ പൂർണ്ണ ആരോഗ്യവാന്മാരായി തീർന്നു. ഇത് കണ്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങളും അതേപോലെ ഈ ജമീന്ദാറും വളരെയേറെ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും നാളും ചികിത്സിച്ചിട്ട് ഭേദമാക്കാൻ പറ്റാതിരുന്ന ഈ 2 പേരുടെയും രോഗങ്ങളെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ രാമലിംഗസ്വാമികൾ ഇല്ലാതാക്കിയത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം സമ്പാദിച്ചിരുന്ന ധനത്തിൽ ഭൂരിഭാഗവും സ്വർണ്ണ നാണയങ്ങളാണ്. പിന്നെ അതുപോലെ രത്നങ്ങൾ. അതിലൊരു വലിയ വിഭാഗം സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും രാമലിംഗസ്വാമികൾക്ക് കാഴ്ചവെച്ചു. പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കാതെ അവിടെ നിന്ന് മടങ്ങിപ്പോയി എന്നാണ് ജീവചരിത്രകാരന്മാർ പറയുന്നത്. ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങളും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. നമുക്ക് അതിലെ 1-2 ഉദാഹരണങ്ങളിലേക്ക് കൂടി കിടക്കാം. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പറ്റി പറയുന്നതാണ്. ആർക്കും പിടിക്കാൻ പറ്റാത്ത തരത്തിൽ ശരീരം രൂപപ്പെടുമെന്നാണ് പറയുന്നത്. ശരീരം പിടിച്ചാൽ പിടിയിലകപ്പെടുകയില്ല. അതുപോലെ വാളെടുത്ത് വെട്ടിയാൽ വെട്ടിപ്പെടുകയില്ല. പിന്നെ അഗ്നിയിൽ ദഹിക്കുകയില്ല. ജലത്തിൽ അമർത്തി പിടിച്ചാൽ അമരുകയില്ല. അദ്ദേഹം എത്രയോ ദിവസം ആഹാരമില്ലാതിരുന്നിട്ടും നിദ്രയില്ലാതിരുന്നിട്ടും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. പിന്നെ വെടിവെച്ചാൽ ശരീരത്തിൽ വെടിയുണ്ട തുളയ്ക്കുകയില്ല. രാമലിംഗസ്വാമികളുടെ ഇപ്രകാരമുള്ള ഗുണവിശേഷങ്ങളോട് കൂടിയ ശരീരത്തെ പ്രകാശ ശരീരം എന്നാണ് പറയുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് 2 തവണയായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യം അത് ശുദ്ധ ശരീരമായിട്ട് മാറി. മാലിന്യങ്ങൾ 3 മലങ്ങളും പരിപൂർണമായി ഇല്ലാതായിത്തീർന്ന ശുദ്ധ ശരീരമായി മാറുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രകാശ ശരീരം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ശരീരം മാറി. അതിനെ തമിഴിൽ പറയുന്നത് അരുൾ ശരീരം ആണ് എന്നാണ്. ഈ അരുൾ ശരീരം നേടാനാണ് വള്ളലാർ തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചത്. പിന്നെ അദ്ദേഹം അപ്രത്യക്ഷമായ കഥയും കൂടി പറയുന്നുണ്ട്.
സിദ്ധിവിളാക തിരുമാളികയിൽ അദ്ദേഹം ഒരു മുറിയിൽ കതക് അടച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു, ഈ മുറി ആരും തുറക്കരുത്, തുറന്നു നോക്കിയാലും എന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവസാന സമയം തൊഴൂർ വേലായുധവും കൽപ്പെട്ട് അയ്യാവുമാണ് അതിന് സാക്ഷിയായി അവിടെ നിന്നിരുന്നത്. അവരോട് പറഞ്ഞിട്ട് അദ്ദേഹം മുറിയിൽ കയറി വാതിലടച്ചു. അദ്ദേഹം അകത്തുനിന്ന് കതകടച്ചു പൂട്ടി. അതായത് മകരമാസം 19-ാം തീയതി തൈപ്പൂയ നാളിലാണ്, ഒരു വെള്ളിയാഴ്ച ദിവസം രാത്രി 12 മണിക്കാണ് സംഭവിച്ചത്. അതിനുശേഷം വള്ളലാർ സ്വാമികളെ ആരും കണ്ടിട്ടില്ല. ആ മുറി പിന്നീട് തുറക്കപ്പെട്ടു. പക്ഷെ തുറന്നു നോക്കിയപ്പോൾ അവിടെ വള്ളലാറുണ്ടായിരുന്നില്ല. അദ്ദേഹം ആത്മജ്യോതിയിൽ, അരുൾ പെരുഞ്ചോതിയിൽ ലയിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എപ്പോഴും പ്രകാശം ബഹിർഗമിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രകാശം എല്ലായിടത്തേക്കും വ്യാപിക്കും. അതുകൊണ്ട് അദ്ദേഹം ശരീരം മുഴുവൻ ഒരു വെള്ള വസ്ത്രം കൊണ്ട്, ശിരസ്സും ഒരു വെള്ള വസ്ത്രം കൊണ്ട് മൂടുമായിരുന്നു. ഒരിക്കലൊരു കുട്ടി അറിയാതെ ആ ശിരസിൽ നിന്ന് ആ മൂടി മാറ്റിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം അവിടെയാകെ പ്രകാശം പരത്തിക്കൊണ്ട് നിന്ന് ഉടനെ തന്നെ അദ്ദേഹം ആ ശിരോവസ്ത്രം കൊണ്ട് തലമൂടി എന്നാണ് ജീവചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ അത്രയ്ക്കൊരു ദിവ്യപ്രകാശം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ബഹിർഗമിച്ചിരുന്നു. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശുഭ്രവസ്ത്രം കൊണ്ട് അതിനെ മൂടിയത്. അതേപോലെ തന്നെ അദ്ദേഹം കർപ്പൂരത്തിൻ്റെ സുഗന്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെന്ന് പറയുന്നു. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് കർപ്പൂരത്തിൻ്റെ സുഗന്ധം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഇദ്ദേഹം തന്നെ എഴുതിയ ഒരു കവിതയുടെ ഭാഗം തിരുവരുൾപ്പായിൽ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ അവസാനം കുറിക്കാം. വാമജ്യോതി, സോമജ്യോതി, വാനജ്യോതി, ജ്ഞാനജ്യോതി, മഹാജ്യോതി, യോഗജ്യോതി, വാദജ്യോതി, നാദജ്യോതി, ഏമജ്യോതി, വ്യോമജ്യോതി, ഏറുംജ്യോതി, വീറുംജ്യോതി, ഏകജ്യോതി, പോകജ്യോതി, ഏകജ്യോതി, യോഗജ്യോതി, ആയനീതി വേദന, ആടൽ നീടുപാതന, വാദി ജ്ഞാനബോധനേ വാഴ്ക വാഴ്ക. അരുൾ പെരുംജ്യോതി, അരുൾ പെരുംജ്യോതി, തനിപ്പെരുങ്കരുണை അരുൾ പെരുംജ്യോതി. ഓം ശിവായ നമഃ.